നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാലും മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ട്രിപ്പൊക്കെ പോയത് കൊണ്ട് കുറച്ച് മടിയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ എനിക്കും ഉണ്ട്. ഇന്ന് 2 എപ്പിസോഡിൽ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്ന് വരെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പം ചെയ്തിട്ട് വേണം വൈകുന്നേരം വീഡിയോയുടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എപ്പോഴും ഇതുപോലെ തന്നെ ഉറപ്പായിട്ടുണ്ടാണ്. മറക്കാണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് നമ്മളെ ചെങ്ങും നമ്മളെ ചെക്കനും ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതല്ല. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ പിള്ളേർ രണ്ടാളെയും കൂടെ മേലെ പോയിട്ടില്ലേ, അതേ ടൈമായിരിക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഈ പ്ലാന് മൊത്തം ഈ ഒരു പിള്ളേറിയാണെന്നത്. കാരണം ആ ഒരു പൈപ്പ് ആണെങ്കിൽ പൊട്ടിയിട്ടാണല്ലോ വെള്ളം താഴോട്ടേക്ക് വന്നത്. ഈ ഒരു പൈപ്പ് പൊട്ടിച്ചതേ ഈ ഒരു പിള്ളേറാന്നുള്ള കാര്യം നമ്മളെ സോങ്ങിന് മനസ്സിലാവുന്നുണ്ട്. ഒരിക്കൽ സോങ് ആണെങ്കിൽ ഇവർ ചീത്ത പറയാൻ നിൽക്കുന്ന അതേ ടൈം പിള്ളേർ അവിടുന്ന് നൈസായിട്ട് മുങ്ങും. പക്ഷേ നമ്മളെ ക്യുന്നാണെങ്കിൽ അവിടത്തേക്ക് വന്നിട്ട് ആ ഒരു പൈപ്പ് ശരിയാക്കുന്നുണ്ട്. അവർക്ക് ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവനിങ്ങനെ പൈപ്പ് ശരിയാക്കുന്നത് ഭയങ്കര അത്ഭുതത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ നോക്കൂലേ. അതായത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ, ഫസ്റ്റ് സൈറ്റിലല്ല കുറേ സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവൾക്കാണെങ്കിൽ എന്തോരം ഇഷ്ടം അവനോട് തോന്നുന്നുണ്ട്. അവർക്ക് അവനാണെങ്കിൽ നീ എന്നിങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നത് അവൾ ആ ഒരു വിഷയം മാറ്റും. ഇതേ ടൈം ആയിരിക്കും അവനൊരു കോള് വരുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ പൈപ്പ് നന്നാക്കുന്നത് കൊണ്ട് തന്നെ ഇവളോട് എടുക്കാൻ പറയും. ഇവളെടുത്തിട്ട് അവന്റെ ചെവിട്ടിൽ വെച്ചു കൊടുക്കും. അങ്ങനെ കോള് കട്ട് ചെയ്യുന്ന ടൈം ഇവളെ കൈമിലാണല്ലോ ഫോൺ ഉണ്ടാവുക. അതേ ടൈം ആയിരിക്കും അതിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവുക. അതായത് സോങ്ങിന്റെ അമ്മേനെ കൊണ്ടും സോങ്ങിനെ കൊണ്ടും ആരോടോ ഒരാളോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇവൻ പറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും നമ്മളെ ലിന്നിനോടായിരിക്കും. അവളാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നടത്തിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത് നമ്മളെ സോങ് കാണുന്നുണ്ടാവും. സോങ് കണ്ട കാര്യം ക്യുന്നിപ്പം കാണുന്നില്ലേ. കാറിലെത്തുന്ന ടൈം ആയിരിക്കും ആ ഒരു മെസ്സേജ് ഫുൾ ആയിട്ട് നമ്മളെ ക്യുന്നെ കാണുന്നുണ്ടാവുക. അതായത് നമ്മളെ സോങ്ങിനെ കൊണ്ടും അമ്മേനെ കൊണ്ടും ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടിന് എന്തൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും. നമ്മളെ ചെക്കിനും അതിനെങ്ങനെ ഓക്കെ പറയും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. പക്ഷേ അവളെ മുഖത്താണെങ്കിൽ ഒട്ടും ഹാപ്പി ഉണ്ടാവില്ല. വരുന്ന ടൈം ഉണ്ടായ ആ ഒരു ഇൻട്രസ്റ്റോ സന്തോഷോ ഒന്നും അവൾക്ക് ഉണ്ടാവില്ല. എന്നാ റീസൺ നമുക്കറിയാം. പക്ഷേ ക്യുന്നിന് അത് മനസ്സിലാവുന്നുണ്ടാവില്ല. രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്ന ടൈം അവനാണെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ഇവളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും മറുപടി കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അവനാണെങ്കിൽ ഇവളോട് നീ ഇങ്ങനെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ ഞാൻ ഓക്കെ ആണ്, എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കും നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കേ. അവനാണെങ്കിൽ പറയും പണ്ട് എനിക്ക് നിന്നെ അത്ര വിശ്വാസമൊന്നുമില്ലേനും പക്ഷേ ഇപ്പൊ എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണെന്ന് പറയൂ. അത് കേൾക്കുമ്പോൾ അവളൊരു ചിരിച്ചിട്ട് അവിടെ പാട്ട് മാത്രമേ വെക്കുന്നുണ്ടാവുള്ളൂ. തിരിച്ചിട്ട് ഒരു മറുപടിയും കൊടുക്കുന്നുണ്ടാവില്ല. വീട്ടിലെത്തിയതിനു ശേഷം അവളാണെങ്കിൽ പിന്നെയും ചോദിക്കുന്നുണ്ടായിരിക്കും നിനക്ക് എന്നെ വിശ്വാസമാണെന്ന് നീ പറഞ്ഞത്, എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന്. അതേ ടൈം അവനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമെന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതിനും അവൾ ഒരു മറുപടി കൊടുക്കണം. നേരെ മേലെ പോയിട്ട് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കും. കാരണം ഇവളാണെങ്കിൽ ഇപ്പം വിചാരിച്ചിട്ടുണ്ടാവുക ഇവൻ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ ഒരു കെയറിങ്ങും ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ആരായാലും ഒന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവുമല്ലോ. അതായിരിക്കും നമ്മളെ പെണ്ണിനെ പറ്റിയിട്ടുണ്ടാവുക. അത് അവൾക്ക് ഡയറക്റ്റ് ചോദിക്കുക വേണ്ടും. അത് അവൾ ചോദിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവനത് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇനി ഇവരെ റിലേഷൻഷിപ്പ് അടിയിലേക്കാണോ എങ്ങനെയാ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അവളെ മൈൻഡിൽ ഒരു നല്ലൊരു തെറ്റിദ്ധാരണയാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും അറിയാണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അവളെ അമ്മക്ക് എന്താ പറ്റിയെന്നുള്ള സംഭവം നമ്മളെ ചെക്കൻ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ലിൻ അങ്ങനത്തെ ഒരു മെസ്സേജ് ഇവൻ അയച്ചിട്ടുണ്ടാവുക. അതേ ടൈമിൽ ലിന്നാണെങ്കിൽ ഇപ്പം വിളിച്ചിട്ട് പറയും പിന്നെ ഇല്ലടാ എനിക്കൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് അമ്മേനെ ആക്സിഡന്റ് ആക്കിയ അയാളെ കൈക്കാണെങ്കിൽ ഒരു ബർത്ത് മാർക്ക് ഉണ്ട്. അത് ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ഒരിക്കൽ നീ അത് നോക്കുന്നു പറയേ. നമ്മളെ ചെക്കനായ ഒരു ഫോട്ടോ നോക്കുന്നവരെ അവനും പാസ്റ്റിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ടോ. അതായത് അന്ന് ഫയർ ആക്സിഡന്റ് തോന്നേ എന്നാന്നറിയില്ല ഈ ഒരു ബർത്ത് മാർക്ക് ഇവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ചെക്കനാണെങ്കിൽ സൈലന്റ് ആയിരിക്കും. ലിന്നി ഇതിങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നമുക്ക് പറയാന്ന് പറയുന്നേരം ഇവനാണെങ്കിൽ പറയും ഇത് 15 വർഷങ്ങൾക്ക് മുന്നേ ക്ലോസ് ആയൊരു കേസാണ്. ഇത് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് എവിഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സമർപ്പിക്കേണ്ടി വരും. അത് എന്തായാലും നടക്കൂലേ. ഇനി പോലീസ് നമ്മളായാലേ പറ്റുള്ളൂ എന്നായിരിക്കും ഇവൻ പറയുന്നുണ്ടാവുക. ഇവന്റെ മൈൻഡിൽ എന്തെല്ലോ കാൽക്കുലേഷൻസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ക്യുന്നാണെങ്കിൽ ഒരു ഫയൽ നോക്കുന്നതായിരിക്കും. അവന്റെ മുന്നിൽ അവന്റെ 2 അസിസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും. ഇവന്റെ അസിസ്റ്റന്റ് ആണെന്നൊന്നും ഒന്നും പറയാൻ പറ്റൂല. ഇവനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ. ഇവനിപ്പം നോക്കിക്കൊടുക്കുന്ന ഒരു ഫയലില്ലേ അത് ഇവരായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ ഈ ഒരു ആണുങ്ങളിലെ ഇവന്റെ പേര് ബൈ എന്നാണ്. മറ്റുള്ള പേരെന്താണെന്ന് പറയുന്നില്ല. ഈ ഒരു ബൈ ആണെങ്കിൽ കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ക്യുന്ന് കുറേ നേരം ഈ ഒരു ഫയൽ നോക്കുന്നതിന്റെ പേരിൽ ക്യുന്നിനോടായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ക്യുന്നും ആ ഒരു ഫയലിലത്തെ മിസ്റ്റേക്ക് ഒക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി ഇത് ചെക്ക് ചെയ്തിട്ട് ശരിയാക്കാൻ പറയുമ്പോൾ ഇയാൾക്ക് പിന്നെയും ദേഷ്യം പിടിക്കും. നോക്കുന്ന ടൈം ആ ഒരു പെണ്ണാണെങ്കിൽ എങ്ങനെയല്ലോ സമാധാനം
സമാധാനപ്പെടുത്തിയിട്ട് അവനെയും കൊണ്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ടോ. ഈ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അച്ഛൻ അറിഞ്ഞിട്ട് അച്ഛൻ ക്യുന്നിനെ വിളിക്കുന്നുണ്ടാവും. എന്നിട്ട് ക്യുന്നാണെങ്കിൽ പറയും അവരെല്ലാവരും നിന്നെയും കാട്ടി മുതിർന്ന പൊസിഷനിൽ ഉണ്ടായ ഒരാളാണ്, അതുകൊണ്ട് തന്നെ അവരെ അധികം ഭരിക്കുന്നേരം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടൂല, അതൊക്കെ കണ്ട് കൈകാര്യം ചെയ്തിട്ട് നീ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കും. അത് മാത്രമല്ല അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ആ ഒരു മീറ്റിംഗിൽ നീയും കൂടി വരണം എന്ന് പറയും. നമ്മളെ ചെക്കനാണെങ്കിൽ ഫസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ നിർബന്ധിക്കുമ്പോൾ ഓക്കെ എന്ന് പറയൂ. ഇവനാണെങ്കിൽ ഇയാളെ കൂടെ ഇങ്ങനെ പോകുന്ന കാര്യം നമ്മളെ പിള്ളേരോട് പറയേ. അപ്പൊ ലിന്നാണെങ്കിൽ പറയുന്നുണ്ട് അവിടെ വരാനിരിക്കുന്നത് നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് അവർക്ക് നിന്നെ നല്ല പോലെ അറിയാം, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പണിയായിരിക്കും എന്ന് പറയുന്നുണ്ട് അവർ. ഇത് നമ്മളെ ക്യുന്നിന് നല്ലോണം അറിയായിരിക്കും. അതേ ടൈം ഈ ഒരു പിള്ളേരാണെങ്കിൽ പറയുന്നുണ്ട് സോങ്ങിനാണെങ്കിൽ അവരെല്ലാം കുറച്ചെങ്കിലും അറിയായിരിക്കും, നീ അവളെ കൂട്ടിക്കൊന്നത്. ഇവൻ ഇത് ആദ്യം അറിയുന്നത് കൊണ്ട് ഇവൻ ആദ്യം നമ്മൾ സോങ്ങിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ സോങ് ആണെങ്കിൽ കഴിയുന്നില്ല എന്നൊന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് മൂക്കുന്നുണ്ടാവും. ഇവനാണെങ്കിൽ ഈ ഒരു കാര്യം പിള്ളേരോട് പറയാണ്ട് ഞാൻ ഒറ്റക്ക് പോയിക്കോളൂന്നായിരിക്കും പറയുന്നുണ്ടാവും. അവൻ രണ്ടും കൽപ്പിച്ചിട്ട് ആ ഒരു പരിപാടി നടത്തുന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവർക്ക് അവൻ വന്നപാട് അവൻ്റെ ഏതോ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഇവൻ്റെ ലജ്ജിൻ്റെ അത് ഏതോ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കും ഇവനെ പരിചയപ്പെടുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ അറിയുന്നത് പോലെ തന്നെ മീൻസ് സംസാരിക്കണമല്ലോ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് പെടുമല്ലോ. അതുകൊണ്ട് ഇവനാണെങ്കിൽ അറിയുന്ന പോലത്തെ രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെ അവനവിടെ വന്നിട്ട് ഇരുന്നതിന് ശേഷം ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. നമ്മളെ ജിങ്കി ഉണ്ട്, അവർക്ക് ജിങ്കി പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ക്യുന്നാണെങ്കിൽ എന്തോ ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ആ ഒരു കാര്യം ഇവന് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ, ഇവർക്ക് രണ്ടാക്കും ഓർമ്മയേ ഉണ്ടാവില്ല. ജിങ്കി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെറുപ്പകാലത്തിൽ നടന്നിനോ, നമുക്കിത് ഓർമ്മയില്ലല്ലോ എന്ന് പറയുന്നവരെ നമ്മളെ ക്യുന്നാണെങ്കിൽ പെട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവനാണെങ്കിൽ എന്നാ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ശങ്കിച്ച് നിൽക്കുന്ന ടൈമായിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനത് എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവളെയും വിളിച്ചിട്ട് നേരെ പുറത്തേക്ക് പോകുന്നുണ്ട് അവർക്ക്. എന്നിട്ട് അവളോട് നീയല്ലേ പറഞ്ഞത് നീ ബിസി ആണെന്ന്, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും ജിയാങ് എന്നോട് എല്ലാ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവർക്ക്. ഇതേ ടൈമായിരിക്കും ആ ഒരു അങ്കിളിലെ അയാളാണെങ്കിൽ ഡ്രിങ്ക്സും എടുത്തിട്ട് നമ്മളെ ചെക്കൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം സംസാരിക്കാനെന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മളെ ചെക്കൻ്റെ ദേഹത്തേക്കാണെങ്കിൽ ആ ഒരു ഡ്രിങ്ക്സ് ഒഴിക്കുന്നുണ്ട് അവർക്ക്. എന്നിട്ട് നമ്മളെ അങ്കിളാണെങ്കിൽ ഭയങ്കര സ്നേഹമുള്ളതുപോലെ തന്നെ അവൻ്റെ കോട്ടൊക്കെ ഊരിയിട്ട് അവൻ്റെ പണിനെ ഇതുപോലെ പൊന്തിക്കും. എന്നിട്ട് അയാളാണെങ്കിൽ പറയും നിന്റെ ഈ ഒരു കയ്യിലാണെങ്കിൽ ഒരു മാർക്കില്ലേ, ആ ഒരു മാർക്ക് ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കന് ദേഷ്യം പിടിച്ചിട്ട് അവനാണെങ്കിൽ പറയും നിങ്ങൾ എന്നെ ഇങ്ങനെ സസ്പെക്ട് ചെയ്യുന്നതോ, ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുക. അങ്കിൾ ഒന്നും പറയാത്തരം അച്ഛനോട് ചോദിക്കും. അച്ഛനാണെങ്കിൽ പറയും എൻ്റെ ഓർമ്മയിലും നിന്റെ കയ്യിൽ ഇങ്ങനെ ആ ഒരു മാർക്ക് ഉണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്നവരെ നമ്മൾ ചെക്കൻ എന്നാ പറയേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവൻ എന്നാ സുമ്മാവാ. അവനാണെങ്കിൽ പറയും ഓ അച്ഛ നിങ്ങൾക്കും എന്നെ വിശ്വാസമില്ലല്ലേ, നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ അത് റൈറ്റ് സൈഡിലല്ല അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് പറഞ്ഞിട്ട് അവനൊരു മാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ഇത് കാണുമ്പോഴായിരിക്കും നമ്മളെ സോങ്ങിനും കുറച്ച് ആശ്വാസമാവുക. അവളാണെങ്കിൽ പറയും ഹോ ഇത്രയൊക്കെ നാണം കെടുത്തത് മതിയില്ലേ, ഇനി ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ നമ്മളെ ക്യുന്നിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഈ ടൈം മാമനാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് അവർക്ക്. അതായത് നമ്മളെ ജീൻ്റെ ഇടത്തെ കൈക്കല്ല വലത്തെ കൈക്കല്ല ഇടത്തെ കൈക്കാന്ന് ആ ഒരു മാർക്ക് ഇല്ലേന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. ഇത് കാണുമ്പോൾ നമ്മളെ മാമനാണെങ്കിൽ പണി പാളി എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. അങ്ങനെ രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഇവളോട് നാളെ റിസോർട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് അവർക്ക്. അതായത് ഇപ്പം വന്നിട്ടുള്ള ആൾക്കാരില്ലേ അതിൽ ഏതോ ഒരാൾ റിസോർട്ടിലേക്ക് ഇവൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ജിങ്കി ആണെങ്കിൽ ഇവൻ്റെ കൂടെ വരാമെന്ന് പറയുന്ന ടൈം ഇവനാണെങ്കിൽ നമ്മൾ സോങ്ങിനെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളെ ക്യുന്നാണെങ്കിൽ ഇപ്പം സോങ്ങിനോട് വരാൻ പറയുന്നുണ്ടാവുക. ആ ടൈം അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ആണെങ്കിൽ അവൾ വരൂലെന്ന് തന്നെ തറപ്പിച്ചിട്ട് പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനും അധികമൊന്നും നിർബന്ധിക്കാൻ നിൽക്കില്ല. വീട്ടിലെത്തിയതിനു ശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ എസും നോവും വെച്ചിട്ട് ഇങ്കി പിങ്കി പോങ്കി ആ സംഭവമില്ല അതൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ എല്ലാത്തിലും അവൾ പോകണം പോകണം എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണും സാഡ് ആവുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം ജിയാങ്ങും ക്യുന്നും ആണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക്. ജിയാങ് ആണെങ്കിൽ പറയുന്നുണ്ട് എടാ അരമണിക്കൂറായി നമ്മൾ അവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പെണ്ണ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നില്ല എന്ന് അവൾ വരുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിയാങ് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ക്യുന്നാണെങ്കിൽ ഭയങ്കര
ഭയങ്കര കോൺഫിഡൻറ്റിലായിരിക്കും. പെട്ടെന്ന് നമ്മളെ ജിയാങ് നോക്കുന്ന ടൈം നമ്മളെ സോങ് ആണെങ്കിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. ക്യുന്നത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ജിയാങ് ആണെങ്കിൽ അത് എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ നാവ് കുഴഞ്ഞ പോലത്തെ ഒരു വൃത്തികെട്ട സൗണ്ടാണ് പുറത്തേക്ക് വരുന്നത് എനിക്കറിയാം. പക്ഷേ ട്രാവലെല്ലാം ചെയ്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് മാത്രം ഒന്ന് ക്ഷമിക്കണേ. നാളത്തേക്ക് ദൈവം സഹായിച്ചിട്ട് ശരിയാകുമെന്ന് വിചാരിക്കുക. അങ്ങനെ അവൾ കാറ് കയറി വേണം ക്യുന്നാണെങ്കിൽ എന്തോ ചോദിക്കാൻ നോക്കി. അവളാണെങ്കിൽ പറയും നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ ഒരു കോൺട്രാക്റ്റിൽ ഞാൻ നീ പറയുന്ന എന്തും കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് മാത്രം വന്നതാണെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നതിനും ക്യുന്ന് പിന്നെ കമ്മാന്നുള്ള അക്ഷരം മിണ്ടുന്നുണ്ടാവില്ല. എന്നെ ഇവർ രണ്ടാളും ആ ഒരു റിസോർട്ടിൽ എത്തുന്നുണ്ടാവും. ഒരിക്കൽ പെട്ടെന്ന് ഇവരെ രണ്ടാളെ കണ്ണിൽ ഒരു ഷോക്ക് കാണുന്നുണ്ടാവും. എന്നായിരിക്കും നമ്മളെ ഷെങ്ങും ഷെന്നും കണ്ണടി എല്ലാം അവിടെ ഉണ്ടാവും. ഒരിക്കൽ നമ്മളെ ഷെങ്ങിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന രണ്ടാൾക്കാരായിട്ടായിരിക്കും അവരുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ പിള്ളേർ നിങ്ങളെന്തിന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന ടൈം ഷെന്നാണെങ്കിൽ പറയും നമ്മളെ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ്, അതുകൊണ്ട് തന്നെ പൈസ സമ്പാദിക്കേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാർട്ട് ടൈം ജോബാണ് ഇപ്പം ചെയ്യുന്നതെന്നായിരിക്കും പറയുന്നുണ്ടാവും. സോങ് ആണെങ്കിൽ വേറെ ഒന്നും ചോദിക്കുന്നുണ്ടാവില്ലേ. ഇതേ ടൈം ഷെങ് ആണെങ്കിൽ എന്തോ ഒരു സിഗ്നൽ കണ്ണടക്ക് കൊടുക്കുന്ന ടൈം കണ്ണട ഒരു പേപ്പർ വായിക്കും. ആ ഒരു പേപ്പറിലാണെങ്കിൽ ഈ ഒരു ഷെങ്ങിനെ പുകഴ്ത്തിക്കൊണ്ടിട്ടുള്ള വാക്കുകളായിരിക്കും. ഇത് കേൾക്കുന്നവരും തന്നെ ക്യുന്നാണെങ്കിൽ സോങ്ങിനെ വിളിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇങ്ങും ഓരോന്ന് പറഞ്ഞിട്ട് പിന്നാലെ തന്നെ പോകുന്നുണ്ടാവേ. അങ്ങനെ പിള്ളേർ രണ്ടാളും റൂമിലേക്ക് നോക്കുന്നവരല്ല, റൂമിലേക്ക് വരുന്ന ടൈം റൂം ആണെങ്കിൽ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹണിമൂണിനൊക്കെ പോകുന്നവരും എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഞാൻ പറഞ്ഞിട്ടല്ല ഡെക്കറേറ്റ് ചെയ്തത്, നിനക്ക് വേറെ റൂം വേണമെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് പറയേ. അതേ ടൈം സോങ് പറയും വേണ്ട വേണ്ട വേണ്ട, ഞാനാണെങ്കിൽ ഷെന്നിനോട് ചോദിച്ചിട്ട് അവളുടെ റൂമിൽ ഞാൻ കിടന്നോളൂ എന്ന് പറയും. ഇതേ ടൈം ആയിരിക്കും ഷെങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ വന്നിട്ട് പറയും നിങ്ങൾക്ക് രണ്ടാക്കും ഒരു റൂമിൽ നിൽക്കാൻ ഭയങ്കര പ്രയാസമെന്നുള്ള കാര്യം എനിക്കറിയാം. സോങ് നീ പേടിക്കണ്ടത്തെ രാത്രി ഞാൻ എൻ്റെ ബോഡി നിനക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാമെന്ന് പറയും. നമ്മളെ സോങ് ആണെങ്കിൽ നീ ഇതെന്ത് തേങ്ങയാടാ പറയുന്നുള്ള രീതിയിലായിരിക്കും അവനെ നോക്കുന്നുണ്ടാവുക. ആണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ കൂടെ കിടക്കാനായിരിക്കൂല പറയുന്നുണ്ടാവുക, അവനാണെങ്കിൽ ക്യുന്നിൻ്റെ കൂടെ കിടക്കാന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ സോങ് ആണെങ്കിൽ അധികം ഒന്നും പറയണ്ട അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ഷെങ് ആണെങ്കിൽ അവൾ പോയ പാട് കിടക്കൽ കിടന്നിട്ട് എന്തല്ലോ കുരുത്തക്കേട് കളിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതും കണ്ടിട്ടായിരിക്കും ആ ഒരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അവനാണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളും ബിസി ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറയേ. നമ്മളെ ക്യുന്നാണെങ്കിൽ പറയും ബിസി ഒന്നുമല്ല, ഞാനും കൂടെ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ നമ്മളെ ക്യുന്നും പോകുന്നുണ്ടാവും. ക്യുന്നിൻ്റെ പിന്നാലെ തന്നെ ഷെങ്ങും പോകുന്നുണ്ടാവുമായിരിക്കും. അയാളാണെങ്കിൽ ഇവർക്ക് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മളെ ക്യുന്നും ഷെങ്ങും ആണെങ്കിൽ അത് സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ താമസിക്കാനായിരിക്കൂല വന്നിട്ടുണ്ടാവുക. ഈ ഒരു റിസോർട്ടിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിന്റെ തെറ്റും കുറവുകളും ശരിയും ഒക്കെ മനസ്സിലാക്കേണ്ടിയിട്ടായിരിക്കും ഇവന്റെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ഇയാളാണെങ്കിൽ ഇവനെയും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ക്ലൈംബ് ചെയ്യുന്ന ഒരു സ്ഥലമില്ല അവിടത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. അത് കണ്ടപാട് നമ്മളെ ക്യുന്നാണെങ്കിൽ പറയുന്നുണ്ട് ഇങ്ങനെ സേഫ്റ്റി ആയിട്ടുള്ള എക്യുപ്മെന്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രവർത്തിപ്പിക്കാനേ പറ്റൂല എന്ന്. അതേ ടൈം നമ്മളെ ഷെങ് ആണെങ്കിൽ പറയും അങ്ങനത്തെ സേഫ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട, ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യല്ലേ, നമുക്ക് രണ്ടൊക്കെ ഒരു മത്സരം വെച്ചാലോ എന്ന് ചോദിക്കും. എന്നാണെങ്കിൽ സമ്മതിക്കുന്നേ ഉണ്ടാവില്ല. അതേ ടൈം ഷെങ് ആണെങ്കിൽ പറയും ഇൻ കേസ് നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സ്ഥലം വിട്ടിട്ട് ഞാൻ പോകാമെന്ന് പറയും. എന്നിട്ടും നമ്മളെ ക്യുന്ന് സമ്മതിക്കുന്നുണ്ടാവില്ലേ. അവനാണെങ്കിൽ പോകാൻ നിൽക്കുന്നവരായിരിക്കും സോങ്ങും പിള്ളേരും അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നുണ്ടാവുക. അത് കണ്ടപാട് നമ്മളെ ക്യുന്നാണെങ്കിൽ സമ്മതിക്കുന്നുണ്ടാവും. കാരണം എന്നാ ഈ ഒരു ഷെങ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർക്ക് ഭയങ്കര തലവേദനയായിരിക്കും, അതുകൊണ്ടായിരിക്കും സമ്മതിക്കുന്നുണ്ടാവുക. ഇപ്പൊ തന്നെ സ്വസ്ഥത കേടാന്ന് കുറച്ചു നേരം കൂടി നിന്നിട്ടുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അവര് രണ്ടാളും കൂടിയിട്ട് ആ ഒരു സാധനത്തിൽ കയറാൻ നിൽക്കുന്നുണ്ട്. അവര് മാക്സിമം സ്പീഡിൽ കയറും. നമ്മളെ പെണ്ണും ഇത് ആകാംക്ഷയിൽ നോക്കുന്നുണ്ടാവും. നോക്കുന്ന ടൈം എന്നായിരിക്കും പെട്ടെന്ന് നമ്മളെ ക്യുന്നാണെങ്കിൽ നിലത്തോട്ടേക്ക് വീഴാൻ നോക്കിയ പക്ഷേ എവിടെ ഒരു സ്ഥലത്ത് അവന് പിടുത്തം കിട്ടിയത് കൊണ്ട് തന്നെ അവർ രക്ഷപ്പെടുന്നുണ്ടാവും. നമ്മളെ ഷെങ്ങാണെങ്കിൽ ക്യുന്ന് തോറ്റു തന്നെയായിരിക്കും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ക്യുന്നാണെങ്കിൽ വേറൊരു ട്രിക്ക് എടുത്തിട്ട് വേറൊരു സൈഡിൽ പോയിട്ട് ഇതുപോലെ കയറുന്നുണ്ടാവുമായിരിക്കും. അവസാനം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മളെ ക്യുന്നായിരിക്കും ജയിക്കുന്നുണ്ടാവുക. ഷെങ് ഈ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. ഓൾറെഡി ഒരിക്കൽ തോക്കാൻ നിന്നതല്ലേ, പിന്നെ ജയിക്കുമെന്ന് വിചാരിക്കൂലല്ലോ. അവളാണെങ്കിൽ നമ്മളെ ചെക്കൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവനെ കണ്ണു മുറിനെ ചീത്ത പറയുന്നുണ്ട്. അവർക്ക് സംഭവം ഇതുപോലത്തെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം കളിച്ചത് കൊണ്ടായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവിടുന്ന് നടന്നിട്ട് പോകുന്നേരം ഒരാൾക്ക് ഭയങ്കര സൊള്ളായിരിക്കും. ആർക്ക് നമ്മളെ ഷെങ്ങിനെ അവന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ക്യുന്നാണെങ്കിൽ ഇവിടെ പിന്നാലെ തന്നെ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണ്
പെണ്ണാണെങ്കിൽ ഇവനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചീത്ത പറഞ്ഞിട്ടുണ്ടാവുക. അത് മാത്രമല്ല ഇവന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള സംഭവം വേണമല്ലോ, അത് പരിധിച്ചായിരിക്കും മൂപ്പർ പോയിട്ടുണ്ടാവുക. ഇവളെ പിന്നാലെ തന്നെ നമ്മളെ ചെക്കൻ വരുന്ന ടൈം ഷെങ്ങാണെങ്കിൽ അവനെ ചൊറിഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ ഇറിറ്റേഷൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പീക്ക് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഷെങ് അവിടുന്ന് പോകുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ പെണ്ണ് ഇവരെ സംസാരം കേൾക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഷെങ് ബെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും നമ്മളെ സോങ് കേൾക്കുന്നുണ്ടാവും. ഒരിക്കൽ സോങ് എന്നിട്ട് ഇവനോട് സോറി പറയുന്നുണ്ടാവും. കാരണം ഇതൊന്നും അറിയാണ്ടാണല്ലോ ഇവനെ ചീത്ത പറഞ്ഞത്. ഇതൊക്കെ കാണുന്നവരെ നമ്മളെ ക്യുന്നാണെങ്കിൽ ഇവളോട് പിന്നെയും ചോദിക്കും, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിനോ, നീ എന്തിനെങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവൾ ഈ പ്രാവശ്യം സത്യം പറയേ. അവളാണെങ്കിൽ പറയും, നീ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, ആ ഒരു മെസ്സേജ് ഞാൻ കണ്ടിന്, ഇപ്പോൾ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുന്ന ടൈം അവനുള്ള കാര്യങ്ങളൊക്കെ പറയും. അതായത് ആ ഒരു ഫയർ ആക്സിഡൻറ്റ് നടന്ന ടൈമാണ് നിൻ്റെ അമ്മക്കും അപകടം പറ്റിയത്, രണ്ടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി, അതിപ്പോൾ സത്യമാണ്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവൻ പറയുന്നുണ്ടാവുക. ഇതൊക്കെ കേൾക്കുന്നവരെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നിനക്ക് ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ, നമ്മൾ രണ്ടാളും പാർട്ട്നേഴ്സ് അല്ലേ, ഞാൻ നിൻ്റെ കൂടെ എന്തിനു നിൽക്കൂലെന്ന് ചോദിക്കുന്ന ടൈം ക്യുന്നാണെങ്കിൽ പറയും, നീയും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നിനക്ക് അപകടമാണ്, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ട് നിന്നതെന്നായിരിക്കും ഇവൻ പറയുന്നുണ്ടാവുക. ഇതൊക്കെ കേൾക്കുന്നവരെ നമ്മളെ പെണ്ണിനും കുറേ സന്തോഷമാകുക. കാരണം ഇത്ര ദിവസം തെറ്റിദ്ധരിച്ച പോലെയല്ലല്ലോ, ഇവനാണെങ്കിൽ ഇവളോട് ആ ഒരു ഇഷ്ടമുണ്ടല്ലോ. അതേ ടൈം അവളാണെങ്കിൽ പറയും, എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ഈ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നത്തിലും ഞാനും നിൻ്റെ കൂടെ ഉണ്ടാവും, ഇനി മുതൽ ഈ ഒരു കേസ് തെളിയിക്കാൻ ഞാനും നിൻ്റെ ഒപ്പം ഉണ്ടാകുന്നതായിരിക്കും അവൾ പറയുന്നുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ അവനും ഒരുപാട് സന്തോഷമാകുക. ഇനി ഈ ഒരു കേസ് തെളിയിക്കുമോ, അമ്മേൻ്റെ മരണത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ കണ്ടുപിടിക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതിലേക്ക് ഒന്നും പറയാണ്ട് എപ്പോൾ പറയുന്നത് പോലെ തന്നെ ബൈ 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 ബൈ.